പാലക്കാട് ബെവ്കോ ഔട്ട്ലെറ്റിൽ 10 വയസ്സുകാരിയെ വരി നിർത്തിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. കുട്ടിയെ എത്തിച്ചത് അച്ഛൻ എന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. മാട്ടായ സ്വദേശിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അശ്വിൻ പാലാഴിയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. വിഷു ആശംസകൾ. വിഷുദിനത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ്. ചെറിയ കുട്ടികളെ ഈ ലഹരിയുമായി ഏതെങ്കിലും തരത്തിലൊക്കെ ബന്ധപ്പെടുത്തുന്നവരുടെ മനോനിലയെ തന്നെ ബാധിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ തന്നെയാണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കൃഷ്ണ, ഹാപ്പി വിഷു ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഏകദേശം കണ്ടാൽ ഒരു 10 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പട്ടാമ്പി തൃത്താല റോഡിലുള്ള ഒരു ബെവറേജ് ഔട്ട്ലെറ്റിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഇതിലുണ്ടായിരുന്ന ആളുകൾ അതിനെ എതിർത്തെങ്കിലും ഒപ്പം ഉണ്ടായിരുന്ന ആൾ കുട്ടിയെ അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായില്ല. പിന്നീട് ദൃശ്യങ്ങളൊക്കെ പകർത്തി പുറത്തേക്ക് പോലീസിനും ഒക്കെ ആളുകൾ നൽകുകയും ചെയ്തു. പക്ഷെ ആരാണ് ഇതെന്ന് കണ്ടെത്താനായിരുന്നില്ല. ഇന്നലെ രാത്രി ഈ ഔട്ട്ലെറ്റിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്നാണ് മാട്ടായ സ്വദേശിയാണ് ഈ തന്റെ പെൺകുട്ടിയെയും കൊണ്ട്, ബാലികയാണ്, 10 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടിയാണ്, ആ കുട്ടിയെയും കൊണ്ട് ഇന്നലെ ബിവറേജ് ഔട്ട്ലെറ്റിൽ എത്തിയത് എന്നാണ് പറയുന്നത്. ഇന്നലെ ഇയാളെ പോലീസ് ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോൾ നേരിട്ട് സ്റ്റേഷനിൽ എത്താനും പറഞ്ഞിട്ടുണ്ട്. ഈ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ പറയുന്ന ഒരു വിശദീകരണമുണ്ട്. താൻ ഏറെ നാൾ വിദേശത്തായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് വിഷു പ്രമാണിച്ചാണ് നാട്ടിലേക്ക് എത്തിയത്. താൻ എവിടെ പോയാലും തന്റെ ഒപ്പം ഈ കുട്ടി ഉണ്ടാകും. അങ്ങനെയാണ് ഇന്നലെ പുറത്തേക്ക് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയം ബിവറേജിൽ കയറാൻ തോന്നി. അപ്പോൾ ബിവറേജിൽ പോയപ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ കൂടെ കൂട്ടിയതാണ് എന്നൊരു വിശദീകരണമാണ് നൽകിയത്. എന്തായാലും ബിവറേജിലേക്ക് 23 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം മദ്യം കൊടുക്കുന്ന പ്രവേശനമുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ 10 വയസ്സുകാരിയെ കൊണ്ട് ഇയാൾ എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് ഇന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിലവിൽ കേസോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുമില്ല. ക്രിസ്റ്റീന. ശരി, അശ്വിൻ പാലാഴിയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.